നമസ്തേ. കോടതിയുടെ കാവലാളെ തൊട്ടാൽ ഭരണഘടന തിരിച്ചടിക്കും. ഇത് പാർട്ടി പ്രവർത്തനമല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. യുദ്ധം തുടങ്ങിയവനോട് ഇനി സമാധാന ചർച്ചയില്ല, കേന്ദ്ര ആക്ഷൻ മാത്രം. റിപ്പോർട്ടുകൾ പ്രകാരം നടന്നത് വീണ വിജയന്റെ മാസപ്പടി കേസിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇഡി റെയ്ഡിനെത്തിയ സംഘത്തെ ആക്രമിച്ചു. ഔദ്യോഗിക വാഹനത്തിന്റെ ഡ്രൈവറുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. വനിതാ ഉദ്യോഗസ്ഥയടക്കം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. സർക്കാർ വാഹനം അടിച്ചു തകർത്തു. 7 പേർ അറസ്റ്റിലായി. പ്രതികൾക്കെതിരെ വധശ്രമം, IPC 307 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. സന്ദേശ് കാലി മറന്നോ? 2024 ജനുവരിയിൽ പശ്ചിമ ബംഗാളിൽ ഇഡി ഉദ്യോഗസ്ഥനെ ഷെയ്ഖ് ഷാജഹാന്റെ അനുയായികൾ കയ്യേറ്റം ചെയ്തു. കൽക്കട്ട ഹൈക്കോടതി അന്ന് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ എന്നാണ്. ഷാജഹാന് UAPA ചുമത്തി. അദ്ദേഹം ഇന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇന്ന് ബംഗാളിൽ ഇഡി ഇറങ്ങുന്നത് CRPFന്റെ സായുധ അകമ്പടിയോടെയാണ്. കേരളം അപകടകരമായി അതേ വഴി നീങ്ങുന്നു എന്നാണ് കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് BNS 109 പ്രകാരം വധശ്രമം തെളിഞ്ഞാൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാം. ഇത് ജാമ്യം കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള വകുപ്പാണ്. ഗൂഢാലോചന തെളിഞ്ഞാൽ UAPA ചുമത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ വക്കീലിനെ കാണാൻ പോലും കോടതിയുടെ പ്രത്യേക അനുമതി വേണ്ടിവരും. കേരള പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് കണ്ടാൽ കേസ് CBI ഏറ്റെടുക്കാൻ ഹൈക്കോടതിക്ക് ഉത്തരവിടാൻ അധികാരമുണ്ട്. അടുത്ത റെയ്ഡ് CRPFന്റെ പൂർണ്ണ സുരക്ഷയിൽ ആരംഭിക്കും. കേന്ദ്ര സായുധ സേനയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണ്. കരിമണൽ കമ്പനിയായ CMRL നിന്ന് വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് 1.72 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് SFIOയും EDയും കണ്ടെത്തിയത്. എന്ത് സേവനത്തിനാണ് ഈ തുക കൈപ്പറ്റിയതെന്ന ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. ചോദ്യം ചോദിക്കാൻ വന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നത് നിരപരാധിത്വത്തിന്റെ ലക്ഷണമല്ല. തെളിവുണ്ടെങ്കിൽ അത് കോടതിയിൽ ഹാജരാക്കണം. തെരുവിൽ കല്ലെറിയുന്നത് നിയമപരമായ പ്രതിരോധമല്ല. ആവേശം കാണിച്ച ധീരന്മാരോട് പാർട്ടി ഓഫീസിന് മുന്നിൽ പോലീസ് വന്നപ്പോൾ സിനിമ കാണിക്കേണ്ട. കോടതി സമൻസ് അവഗണിച്ചവൻ പോലീസ് ജീപ്പ് കണ്ട് ഭയക്കുമോ? നിയമത്തിന്റെ അടുത്ത പടി തിഹാർ ജയിലാണ്. അവിടെ പാർട്ടി കൊടിയില്ല, ഇരുമ്പഴികൾ മാത്രം. ജയിലിൽ കിടന്ന് മുദ്രാവാക്യം വിളിച്ചാൽ സഹതടവുകാർ പോലും സഹായിക്കാനുണ്ടാകില്ല. വാഹനം താർക്കുന്ന ദൃശ്യങ്ങൾ സ്റ്റാറ്റസ് ആക്കിയത് ധീരതയല്ല, CBIക്ക് സ്വയം സമർപ്പിക്കുന്ന HD ക്വാളിറ്റി തെളിവാണ്. ഡിജിറ്റൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ എവിഡൻസ് ആക്ട് പ്രകാരം അതും പ്രത്യേക കുറ്റമാണ്. നിയമം വികാരം നോക്കിയല്ല പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതി SR ബൊമ്മായി കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മോബ് സെന്റിമെന്റ് കനോട്ട് ഡിഫീറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. BNS 132 പ്രകാരം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാൽ 2 വർഷം തടവ്. BNS 122 പ്രകാരം വനിതാ ഉദ്യോഗസ്ഥയെ മാരകമായി ആക്രമിച്ചാൽ 10 വർഷം വരെ തടവ്. പൊതുമുതൽ നശീകരണ നിയമപ്രകാരം 5 വർഷം വരെ തടവും നശിപ്പിച്ച വസ്തുവിന്റെ മുഴുവൻ വിലയും പിഴയായി ഈടാക്കും. 2016 നിലപാട് ഓർക്കുന്നുണ്ടോ? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വസതിയിൽ വിജിലൻസ് പരിശോധന നടന്നപ്പോൾ പറഞ്ഞത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. ആ നിലപാട് എല്ലാവർക്കും ബാധകമാണ്. VS അച്യുതാനന്ദൻ, AKG ഒക്കെ ജയിൽവാസം അനുഭവിച്ചത് ജനകീയ സമരങ്ങളുടെ പേരിലാണ്. കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനല്ല. അഡ്ജസ്റ്റ്മെന്റ് സമരം പോലെയല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേന്ദ്ര ഏജൻസിയെ കയ്യേറ്റം ചെയ്താൽ കേന്ദ്ര സർക്കാർ ശക്തമായി തിരിച്ചടിക്കും. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അത് തടയാൻ ശ്രമിച്ചവർ ജയിലിന്റെ വഴിക്കും പോകും. നിയമത്തിന് മീതെ ആരുമില്ല. മുഖ്യമന്ത്രിയുടെ മകളായാലും സാധാരണ പൗരനായാലും നിയമം ഒന്നു തന്നെ. കോടതിയുടെ കാവലാളെ തൊട്ടാൽ പിന്നെ കരച്ചിലിന് കണ്ണീരുണ്ടാകില്ല. ഇന്ത്യ ഭരിക്കുന്നത് ഭരണഘടനയാണ്, ആൾക്കൂട്ടമല്ല. അന്വേഷണം പൂർത്തിയാക്കാത്തതിനാൽ കുറ്റം തെളിയും വരെ ആരും കുറ്റക്കാരനല്ല. ഇത് നിയമോപദേശമല്ല.